തന്ന സമുന്നതമായ പദവിയിലേക്ക് അല്ലാഹു തആല അവരെ ഉയർത്തിയതാണ്. കേട്ടിട്ടില്ലേ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം? ജീവിതത്തിലുടനീളം അല്ലാഹു തആല പരീക്ഷിക്കപ്പെട്ടയാളാണ്. പക്ഷേ അത് കാരണമായിട്ട് സമുന്നതമായ പദവി നൽകി ആ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ആദരിച്ചു. എന്താണ് സംഭവം? കുഷ്ഠരോഗം ബാധിച്ചിട്ട് ശരീരത്തിൽ നിന്ന് ചീഞ്ഞളിഞ്ഞ് പുഴുക്കളിങ്ങനെ ഒലിച്ചിറങ്ങുമ്പോ വല്ലാത്തൊരു വാസന നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ ആട്ടിപ്പറഞ്ഞു വെച്ചു. 3 ഭാര്യമാരുണ്ടായിരുന്നു. 2 ഭാര്യമാരെ ഒഴിവാക്കിപ്പോയി. അവസാനം ഒരു പെണ്ണ് മാത്രം. ആ പെണ്ണിന്റെ പേര് റഹ്മത്ത് ബീവിയാണ്. യൂസുഫ് നബിയുടെ മോള. ആ റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹാ തന്റെ ഭർത്താവിനെ തലയിലേറ്റി ചുമന്നു കൊണ്ടുപോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇനി നാട്ടിൽ നിൽക്കണ്ട, ഇനി വീട്ടിൽ നിൽക്കണ്ട, ഇവിടെ മുഴുവനും കുഷ്ഠരോഗം പകരും. അതുകൊണ്ട് നീ നിന്റെ ഭർത്താവുമായിട്ട് എങ്ങോട്ടെങ്കിലും പോവോ എന്ന് നാട്ടുകാരും വീട്ടുകാരുമൊക്കെ ആട്ടിപ്പറഞ്ഞയച്ചപ്പോ നടക്കാൻ കഴിയാത്ത ശരീരത്തിൽ നിന്ന് വ്രണങ്ങൾ പൊട്ടിയൊലിച്ചിട്ട് വാസന സഹിക്കാൻ പറ്റാത്ത അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് റഹ്മത്ത് ബീവി തന്റെ ചുമലിലേക്ക് ഏറ്റിവെച്ചു. റഹ്മത്ത് എന്ന പെണ്ണിന്റെ ശരീരത്തിലൂടെ ഈ വ്രണങ്ങൾ ഇങ്ങനെ പൊട്ടിയൊലിക്കുകയാണ്. ആ സമയത്ത് അയ്യൂബ് നബിയെയും കൊണ്ടല്ലോ ഭൂമിയിലൂടെ എങ്ങോട്ടെന്നില്ലാതെ പലായനം നടത്തുകയാണ്. അവസാനം ഒരു മരത്തിന്റെ തണലിന്റെ അടുത്തെത്തിയപ്പോൾ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടെ അങ്ങോട്ട് ചാരിയിരുത്തുകയാണ്. ചാരിയിരുത്തിയപ്പോ റഹ്മത്ത് ബീവിയും പോകുന്നു. എന്റെ റഹ്മത്ത് പോകുന്നത് കണ്ടപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു, യാ റഹ്മത്ത്, ഏ റഹ്മത്ത്, ഈ അയ്യൂബിനെ ഒഴിവാക്കിയിട്ട് നീയും പോവുകയാണോ? ഈ അയ്യൂബിനെ ഒഴിവാക്കിയിട്ട് നീയും പോവുകയാണോ? ആ സമയത്ത് റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹാ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ഇന്ന് രാവിലെ മുതൽ എന്റെ ഭർത്താവ് നോമ്പല്ലേ. എന്റെ ഭർത്താവിന് നോമ്പ് തുറക്കാനാകുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു വിഭവം കിട്ടുമോ എന്ന് അന്വേഷിക്കട്ടെ. അതിനു വേണ്ടിയാണ് ഞാൻ പോകുന്നത്. എങ്ങോട്ടും ഇവിടെ നാനങ്ങല്ലേ. തന്റെ ഭർത്താവിനെ ഒരു മരത്തിന്റെ തണലിൽ ചാരിയിരുത്തിയിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ റഹ്മത്ത് പോവുകയാ. വീടാന്തരങ്ങൾ കയറിയിറങ്ങി പണിയെടുത്തിട്ട് അവസാനം അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് നോമ്പ് തുറക്കാൻ കൊടുക്കുമായിരുന്നു. അല്ലാഹ് ഏറെ ഇഷ്ടപ്പെട്ട നോമ്പുകാരനാണ് മഹാനായ അയ്യൂബ് നബി. ഒരു ദിവസം നോമ്പെടുത്താൽ പിറ്റത്തെ ദിവസം നോമ്പില്ല, പിറ്റത്തെ ദിവസം നോമ്പെടുക്കും. ഈ രീതിയാണ്, ഈ ശൈലിയിലാണ് അദ്ദേഹം നോമ്പെടുത്തിരുന്നത്. അല്ലാഹുക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്, ദീർഘമായ ചരിത്രമാണ്. അവസാനം ഒരു വീട്ടിൽ ആ പെണ്ണ് ജോലിക്ക് പോയി. ആ സ്ഥലത്ത് നിന്ന് അവിടുത്തെ വീട്ടുടമസ്ഥന് പറഞ്ഞു അത്രേ, അയ്യൂബ് നബിയെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നയാളാണ്. ഈ പെണ്ണ് പണിക്ക് പോയതാണ്. പണിക്ക് പോയിട്ട് അവസാനം പണിയൊക്കെ എടുത്തിട്ട് അന്ന് കിട്ടിയതായ ഭക്ഷണവും കൊണ്ട് തന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് വരുമ്പോ അവിടുത്തെ ആള് പറഞ്ഞു, ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ അയ്യൂബ് നബിയുടെ ഭാര്യയാണ് ഇതൊന്നും അറിയില്ല, പക്ഷെ സംസാരിച്ചിരിക്കുമ്പോ പറഞ്ഞു, എനിക്ക് അയ്യൂബ് നബിയെ വല്ലാത്ത ഇഷ്ടമാണ്. അയ്യൂബ് നബിയുടെ മദ്ഹുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അയ്യൂബ് നബിയെ കാണാൻ ഞാൻ ഒരുപാട് കൊതിക്കുന്നു, പക്ഷെ റഹ്മത്ത് ബീവിയോട്ട് പറയുകയും ചെയ്തില്ല അയ്യൂബ് നബിയുടെ ഭാര്യയാണ് താനെന്ന്. പക്ഷെ ഇറങ്ങിയിട്ട് വന്നു. അന്ന് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളുമായിട്ട് വന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? പിന്നെ നിസ്കരിക്കാൻ വേണ്ടി നിന്നുപോയാൽ മറ്റൊരു ചിന്തയും അദ്ദേഹത്തിനില്ല. ഹൃദയം അദ്ദേഹത്തിന്റെ അടുത്തുകൂടെ പോകുന്നവർക്ക് ശബ്ദം പോലും കേട്ടിരുന്നു. ഹൃദയം ഇങ്ങനെ കിടുകിടാ വിറയ്ക്കുമായിരുന്നു. ആ സമയത്താണ് പിശാച് വന്നിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞത്, നിങ്ങളുടെ മക്കളെ മുഴുവനും ഞാനിതാ കൊന്നു കളഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വീട് അവരുടെ മുകളിൽ പൊളിഞ്ഞു
തിരിഞ്ഞു ചാടിയിട്ട് നിങ്ങളുടെ മക്കൾ മുഴുവനും മരണപ്പെട്ടിരിക്കുന്നു എന്ന് നിസ്കാരത്തിന്റെ ഇടയിൽ വന്ന് പറഞ്ഞു. നിസ്കാരത്തിന് സലാം വീട്ടിയതിനു ശേഷം മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അത്രേ, അല്ലാഹു തആല തന്നതാണ്, എനിക്ക് സമയമാകുമ്പോൾ അവൻ തന്നെ എടുത്തോട്ടെ എന്ന് പറഞ്ഞ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരാൾ വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ കരയലോട് കരയൽ അല്ലേ, ഭയങ്കര കരച്ചിലാണ്. റസൂല് നിരോധിച്ച സംഗതിയാണ് അട്ടഹസിച്ച് കരയൽ. അത് ചെയ്യാൻ പാടില്ല. അട്ടഹസിച്ചുകൊണ്ട് കരയരുത്. അള്ളാന്റെ റസൂല് നിരോധിച്ച കാര്യമാണ്. നിർത്തട്ടെ, ശ്രദ്ധിക്കുന്നുണ്ടോ? അയ്യൂബ് നബിയുടെ ചരിത്രം പൂർത്തിയാക്കണം. വേണ്ടല്ലോ, ടൈം ഓവറായി. അത് സാരമുണ്ട്. എന്നാ അധികം വൈകിക്കൂല, നിർത്തും. ഏതാവട്ടെ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ചുമന്നുകൊണ്ട് വീണ്ടും പലായനം നടത്തുകയാണ്. അവസാനം ഒരു വൃക്ഷത്തിന്റെ അടുത്ത് വീണ്ടും കൊണ്ടുപോയിട്ട് ഇരുത്തി. അവസാനം വീണ്ടും പണിക്ക് പോയിട്ട് തിരിച്ച് പിന്നെ റഹ്മത്ത് ബീവി വരുമ്പോഴേക്ക് അയ്യൂബ് നബിയെ ഇരുത്തിയ സ്ഥലത്ത് കാണുന്നില്ല. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇരുത്തിയ സ്ഥലത്ത് കാണുന്നില്ല. നോമ്പ് തുറക്കാൻ ഭക്ഷണത്തിന് വേണ്ടി പോയതാണ്. പണിയെടുത്ത് കിട്ടിയതായ ഭക്ഷണവുമായിട്ട് തിരിച്ച് താൻ ഇരുത്തിയ സ്ഥലത്തേക്ക് കടന്നു വന്നപ്പോൾ അയ്യൂബ് നബിയെ കാണുന്നില്ല. അപ്പുറത്തൊരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഞാൻ എന്റെ ഭർത്താവിനെ ഇവിടെ ഇരുത്തിയിട്ട് പോയതാണെന്നോ, നിങ്ങൾ കണ്ടുവോ എന്റെ ഭർത്താവിനെ? അപ്പൊ പറഞ്ഞു, ഞാനാണ് നിന്റെ ഭർത്താവ്, ഞാനാണ് നിന്റെ ഭർത്താവ്. നല്ല സുന്ദരനായ നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. ആ സമയത്ത് റഹ്മത്ത് ബീവി പറഞ്ഞു, നിങ്ങളല്ല എന്റെ ഭർത്താവ്. എന്റെ ഭർത്താവ് കുഷ്ഠരോഗം ബാധിച്ചിട്ട് ശരീരത്തിൽ നിന്ന് ചലങ്ങൾ ഇങ്ങനെ വ്രണങ്ങൾ പൊട്ടിയൊലിക്കുന്ന ആളാണ്. ആ സമയത്ത് പറഞ്ഞു, ഞാനാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. വിശ്വസിക്കുന്നില്ല. അടുത്തേക്ക് വരുമ്പോ റഹ്മത്ത് ബീവി പറഞ്ഞു, എടാ വരല്ലേ, എന്റെ അടുത്തേക്ക് വരല്ലേ. എടാ നരകത്തെ പേടിയില്ലടാ, നിനക്ക് റബ്ബിനെ പേടിയില്ലടാ. ഒരു അന്യ പെണ്ണിന്റെ അടുത്തേക്ക് കയറി പിടിക്കാൻ വരുന്നുവോ? ആ സമയത്ത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്ന സംഭവങ്ങൾ മുഴുവനും വിവരിച്ചു കൊടുത്തു. ഞാൻ നിന്റെ ഭർത്താവാ. ആ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്താണ് സംഭവങ്ങളെന്നല്ലേ? വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.